ബീഹാറിൽ ആറ റെയിൽവേ സ്റ്റേഷനിൽ 3 പേർ വെടിയേറ്റ് മരിച്ചു. പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള ഓവർ ബ്രിഡ്ജിലാണ് വെടിവയ്പ് നടന്നത്. തോക്കുമായെത്തിയ യുവാവ് പെൺകുട്ടിക്കും പിതാവിനും നേരെ വെടിയുതിർത്ത ശേഷം സ്വയം വെടിവെക്കുകയായിരുന്നു. ഒഡീഷ നിയമസഭയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ 12 കോൺഗ്രസ് MLA-മാർക്ക് സസ്പെൻഷൻ. നിയമസഭാ ചട്ടങ്ങൾ ലംഘിച്ചതിനാണ് 7 ദിവസത്തേക്ക് MLA-മാരെ സസ്പെൻഡ് ചെയ്തത്. നിയമസഭാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണകക്ഷി ചീഫ് വിപ്പ് സരോജ് പ്രധാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. ഇന്ത്യ തദ്ദേശീയമായി ആദ്യ MRI മെഷീൻ വികസിപ്പിച്ചെടുത്തു. പരീക്ഷണാർത്ഥം ഒക്ടോബറോടെ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മെഷീൻ സ്ഥാപിക്കും. ചികിത്സാ ചെലവുകൾ കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ഉപകരണങ്ങൾ രാജ്യത്തുണ്ടെന്ന് ഉറപ്പാക്കാൻ ഈ സംരംഭം സഹായിക്കുമെന്ന് എയിംസ് ഡയറക്ടർ M. ശ്രീനിവാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തൃശൂരിലെ പുഴയ്ക്കൽ, ചിറ്റിലപ്പള്ളി ക്ഷീര സഹകരണ സംഘങ്ങളിൽ സ്ഥാപിച്ച മിൽക്ക് ATM മെഷീനുകളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. പുഴയ്ക്കൽ ക്ഷീരസംഘം പരിസരത്തും ചിറ്റിലപ്പള്ളി ക്ഷീരസംഘം ബിൽഡിംഗിലുമാണ് മിൽക്ക് ATM. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 2024-25 ഉൾപ്പെടുത്തിയാണ് മിൽക്ക് ATM സ്ഥാപിച്ചിരിക്കുന്നത്. ക്ഷീര കർഷകരിൽ നിന്ന് ഗുണമേന്മ ഉറപ്പുവരുത്തി സംഭരിച്ച പാലിനെ ശീതീകരിച്ച് 24 മണിക്കൂറും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന സംവിധാനമാണിത്. കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന 2ാമത് ഭരത് മുരളി നാടകോത്സവത്തിന് നാളെ തിരിതെളിയും. പാളയം സെനറ്റ് ഹാളിൽ വൈകുന്നേരം 5:30 മന്ത്രി KN ബാലഗോപാൽ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. ആദ്യകാല നാടക പ്രതിഭകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കായംകുളം KPSC-യുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അരങ്ങേറും. ഈ മാസം 31 വരെയാണ് നാടകോത്സവം.